ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ 2 ദിവസമായിട്ട് പുതിയ വീഡിയോസൊന്നും ഉണ്ടായിട്ടില്ല, എവിടെയും പോയിട്ടില്ല. സംഭവം എന്തോ ഒരു മൈൻഡ് ശരിയായിട്ടില്ല, ഒരു മൂഡ് വിട്ട്. അപ്പോൾ സംഭവിച്ചാൽ നമ്മളെ ഒരു സുഹൃത്ത് മരിച്ചിന്. അപ്പോൾ അതിൻ്റെ ഇത് ഇപ്പോൾ ഒരു 5-6 ദിവസമായി മരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് മൈൻഡ് എന്താ പറയുക, എവിടെയും പോകാനൊരു മൂടുണ്ടായിട്ടില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ ഇന്ന് പിന്നെ രാവിലെ ഇറങ്ങി. അതായത് ഇന്ന് വെള്ളിയാഴ്ച ജുമായക്കെല്ലാം പോയി വന്നിട്ട് ഒരു പണിക്കിറങ്ങി. പണി ഞാൻ കാണിച്ചു തരാം. കുറേ ദിവസമായി വിചാരിക്കുന്നത്. സംഭവിച്ചാൽ നമ്മളെ കിണറിലെ ഗപ്പിയില്ലേ, ഞാൻ ഡക്കിയെടുത്തിലെ ഒരു 3-4 ജോഡി ഗപ്പീൻ്റെ അടുത്ത് കിണറ്റിലിട്ടിന്. കിണറ്റിൽ കുറേ പ്രോസസ്സിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളായിന്. ഞാൻ ഈറ്റിങ്ങൊക്കെ ഒരു ടാങ്ക് ആക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. കിണറിൽ നിന്ന് എടുത്തിട്ട് ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് മുമ്പ് ഞാനൊരു 100-ലധികം ഗപ്പി കുഞ്ഞുങ്ങളെ ഞാൻ ആ ബക്കറ്റിലാക്കിന്, കോരിയിട്ട് ബക്കറ്റിലാക്കി. കുറച്ച് ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് 20 ബാക്കിയില്ലോ, എല്ലാം ചത്തുപോയിട്ടുണ്ടാവും. 10-20 ബാക്കിയില്ലോ. അപ്പോൾ ബക്കറ്റിലാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതിലൊരു നല്ലൊരു ടാങ്ക്, ഫിഷ് ടാങ്ക് നമുക്ക് പുറത്ത് നമ്മൾ ഈ ഗാർഡൻ്റെ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പിന്നെ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നേതായാലും ഞാൻ ജുമായിട്ട് വന്നിട്ട് ട്രൗസറിലിട്ടിട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് ഗപ്പിനെ ഞാൻ ഇന്നലെ പിടിച്ചിട്ട് ബക്കറ്റിലാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗപ്പീൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല. ആകെ 10-30 എണ്ണാറ്റേ ഇല്ലു. 10-20-30 എണ്ണത്തിനാറ്റം പിടിച്ചാക്കിയിട്ടുണ്ട്. പിന്നെ കിണറ്റിലിനി 2-3 അമ്മച്ചിയും പിന്നെ കുറച്ച് ഒരു 3-4 ഒരു 5-6 കുഞ്ഞുങ്ങളായിട്ടും ഉണ്ടാവും. ഇത്രയുണ്ടല്ലോ ഗപ്പീൻ്റെ കുഞ്ഞുങ്ങൾ. ഇനി അതിൽ അടിയിൽ കാർപ്പില്ലേ, ചുവന്ന കളർ, വൈറ്റ് കളർ, അങ്ങനത്തെ 2-3 മീനുണ്ട്. അതിറ്റിങ്ങ തിന്നുന്നുണ്ടോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. കുഞ്ഞു മീനുകളാണ്, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിന്. ഈ അടുത്ത് ഉമ്മ ടാങ്കിൽ വെള്ളം കയറാനിട്ട് 1-2 ദിവസം ടാങ്കിൽ വെള്ളം കയറാനിട്ട് ഉമ്മ എന്ത് ചെയ്ത്, ഒരു ദിവസം ഉമ്മ ബക്കറ്റിൽ വെള്ളം കോരുമ്പോഴത്തേക്ക് ആ മോട്ടറിൻ്റെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ 1-2 ദിവസം അങ്ങനെ ഒഴിച്ചിനി ഒരു ദിവസം. അപ്പോൾ ഉമ്മ ടാങ്കിൻ്റെ പിന്നെ മോട്ടറിൻ്റെ പൈപ്പിലേക്ക് അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്ന് കോരുമ്പോഴത്തേക്ക് 5-8 കുഞ്ഞുങ്ങൾ ഉമ്മ കണ്ണി നിന്നിട്ട് കണ്ടത്തിലേക്ക് മറിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ മരിക്കരുത്, അതിനെ കളയരുത്. ഞാൻ അതിനെ ജോഡിക്ക് 120 ഉറുപ്പ്യൊക്കെ വാങ്ങിയത്. നമ്മൾ ഇവിടെ 120 ഉറുപ്പ്യ. ഞാൻ നോക്കുമ്പോൾ എന്തോ വീഡിയോ എല്ലാം യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്ക് അതിന് മലപ്പുറം ഭാഗത്തെല്ലാം 200 ഉറുപ്പ്യയിലുണ്ട് ജോഡിക്ക്. അങ്ങനെ കണ്ടിനി. പ്ലാറ്റിനം റെഡ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഞാനൊരു 5-6 ജോഡി പ്ലാറ്റിനം റെഡിനെ വാങ്ങിനി. ആണും പെണ്ണും അങ്ങനെയുള്ള 5-6 ജോഡി വാങ്ങിനി. അതിൽ 2 ജോഡിയായിട്ട് എൻ്റെ അക്കിയെടുത്തുനിന്ന് ചത്ത്. എന്നിട്ട് ബാക്കിനെ എടുത്തിട്ട് ഞാൻ കിണറ്റിലിട്ടിന്. ഇതാ സാധനം, ഇതാ ഞാനാക്കിയ ഫിഷ് ടാങ്ക്. ഇതൊന്നുമില്ല, കല്ല് വെച്ചിട്ടാക്കി ഇതന്നെ. എന്നിട്ട് ഇടയിലെല്ലാം സിമെൻറ്റ് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് പൂഴിൻ്റെ ഇത് പിന്നെ എംസൻ്റെ എന്ന സാധനം എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ മുകളിൽ ഷീറ്റ് വിരിക്കും. എന്നിട്ട് ഇവിടെ എല്ലാം ചെടിച്ചട്ടിയെല്ലാം വെക്കും. ചുറ്റിലും ഇവിടെ എല്ലാം ചെടിയുണ്ട്, കണ്ട ഇതെല്ലാം ചെടിയാണ്. ചെടിച്ചട്ടിയെല്ലാം ഇതിനെ മുകളിൽ ഇങ്ങനെ വെക്കും. കണ്ട ഇതിപ്പോൾ 2 കല്ല്, കണ്ട 2 കല്ലിൻ്റെ ഹൈറ്റ്. ഏതായാലും ഞാൻ നാളെ ബാക്കീൻ്റെ പണിയെടുക്കും. ഓക്കെ, ഞാൻ ഒന്ന് വയനാട്ടിലെല്ലാം പോകണമെന്ന് വിചാരിച്ചാൽ. അതിലുള്ള ട്രിപ്പ് മനസ്സിലുണ്ടായി. അതിനിടക്കാന്ന് നമ്മളൊരു സുഹൃത്ത് മരണപ്പെട്ടു. എന്നെ പ്രോഗ്രാംസിനെല്ലാം വിളിക്കുന്ന ഒരാളായിരുന്നു. ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം തന്ന ഒരാളാണ്. അവർ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ കുറച്ച് ദിവസമായിട്ട് അതിന് ശേഷം ഒരു മൈൻഡ് ഭയങ്കര ഇതായിരുന്നു. ഷോക്ക് എന്ന് പറയുന്നുണ്ട്, ഷോക്കായിരുന്നു. ഒരു സംഭവം തന്നെ ഭയങ്കര ഷോക്കായിരുന്നു. ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, എവിടത്തേക്കാ പോകുന്നറിയാം? താവത്ത് പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. താവത്ത് പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ട്. ഇന്ന് ഗാനകളുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയാട്ടാ. ഓക്കെ, നമ്മളെ ഗാനങ്ങളല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട് അതിൽ പാടുന്നുണ്ട്. ഓക്കെ, ഫരീദ്. അപ്പോൾ കുറച്ചായി ഫരീദിനെ കണ്ടിട്ട്. ഫരീദെല്ലാം മുമ്പേ ഒരുമിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സിംഗർ. അടുത്തേക്ക് പോവാം. ഓക്കെ, പിന്നെ ഷീറ്റ് വാങ്ങണം. ഷീറ്റെല്ലാം നമുക്ക് നാളെ പകൽ പോയിട്ട് വാങ്ങാം അല്ലേ? ഇതിലിടാൻ പറ്റുന്ന ഷീറ്റെല്ലാം വാങ്ങണം. ഷീറ്റ് വാങ്ങണം, വേറൊന്നുമില്ല. ഷീറ്റ് വാങ്ങണം. തൊട്ടിപ്പുറം പൈപ്പുണ്ട്, പൈപ്പിൽ നിന്ന് വെള്ളം നിറക്കുന്നു, മീനെല്ലാം ഇടുന്നു. വേറെ മീനെല്ലാം നമുക്ക് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇടാം, നോക്കാം. എന്നിട്ട് ഇതിൽ കുറേ ചെടിയെല്ലാം വെച്ചിട്ട് താമരനെ മറ്റേ ആമ്പലിൻ്റെ ഇതെല്ലാം വെക്കണമെന്ന്, എന്തെങ്കിലും ചെടിയെല്ലാം വെച്ചിട്ട് നല്ല രസമാക്കണമെന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് ചെയ്യാം. ഓക്കെ, എന്താ ഹെൽമെറ്റ് ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. 2 ദിവസമായിട്ട് പുതിയ വീഡിയോ ഒന്നും ഇല്ല. കുറേ ആൾ എന്നോട് പറയാനും ചെയ്യുന്നുണ്ട്, അഷ്റഫേ പുതിയ വീഡിയോ എന്താ ഇല്ലാത്ത അവർ വരും. ഞാൻ ഇന്നലെ ലൈവിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഇല്ല. ഇനി 2 ദിവസമായിട്ട് മൈൻഡ് സെറ്റല്ലാന്ന് പറഞ്ഞു.
കുറേ ആൾ കൂൾ 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 എല്ലാം ശരിയാവും എല്ലാം ശരിയാവും. തഫി നല്ല ഷൂ നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട്. ഷൂ നോക്കിയേ എന്താ വെളുത്ത ഷൂ. ആ ലെയ്സ് കഴുകിയിനി, പക്ഷേ ലെയ്സിൻ്റെ കളറ് അയപ്പൊന്നുമില്ല. ലെയ്സ് കഴുകിയിട്ടും ലെയ്സിൻ്റെ കളർ എന്താ അങ്ങനെ നല്ലൊരു വൈറ്റ് കളറ്. ഒരു കാര്യം ചെയ്യാം, വേറെ ലെയ്സ് വാങ്ങും. ലെയ്സ് മാറ്റിയിടാം. പക്ഷേ വൈറ്റ് തന്നെ രസമാണ്. ഞാൻ വൈറ്റ് തന്നെ ഇടും. വൈറ്റ് ലെയ്സും ബ്ലാക്ക് ലെയ്സും രസം ഉണ്ടാവും. വൈറ്റ് ഷൂ ആയതുകൊണ്ട് കണ്ട പോവാന്നാ അതേ പറഞ്ഞിട്ടില്ല. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളെൻ്റെ വീഡിയോ എല്ലാം നിർത്താണ്ട് ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. വീഡിയോ ഇഷ്ടമൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വന്നതിന് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കാതിട്ട് തന്നെ ചേട്ടാ. പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ്. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അഷ്റഫ് കണ്ണൂരിൽ സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അഷ്റഫ് കണ്ണൂരിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ കാണുന്നുണ്ട്, അല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അഷ്റഫ് കണ്ണൂർ എന്നിട്ട് ഉണ്ടാവും. അതിൽ കയറിയിട്ട് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ക്ലിക്ക് ചെയ്യുക. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇന്നത്തെ വീഡിയോ നാളെ ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുക, സോങ്സ് ചെയ്യുക. അത് എൻ്റെ സമയം പോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ആക്കിയിട്ടെല്ലാം ഇടുന്നതാണ്. അപ്പോൾ ലേറ്റായിട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് അപ്പം തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നാളെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോവാ ഇവിടെ നമ്മളെ ചെറുക്കനാണ്. യെസ് പോകാം. എൻ്റെ ഇതിൻ്റെ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് എന്തോ ലൂസായിട്ടുണ്ട്. ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ കേൾപ്പിച്ചുതരാം. നമ്പർ പ്ലേറ്റ് ഉണ്ടോ? ഒച്ച ഉണ്ടോ? ഒരു സ്റ്റീലിന് മുട്ടുന്ന ഒച്ച ഉണ്ടോ? ഉണ്ടോ? അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയില്ല. നമ്പർ പ്ലേറ്റിൻ്റെ 2 ക്ലിപ്പായിട്ടാണ്. ആ ക്ലിപ്പ് ലൂസായ തെറ്റാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തിരുമ്മി കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും തിരുമ്മി കയറ്റാകാൻ നല്ല തണുപ്പുണ്ടാവേണ്ട ടൈമാണ്. ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല. തണുപ്പെല്ലാം വരണത്ര. ഇനിയപ്പാന്ന് തണുപ്പ് എടുത്ത് നമ്മപ്പാ ഭയങ്കരമായ തണുപ്പൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴ, കിട്ടലം പോലത്തെ മഴ. കുറച്ച് സമയം ഉണ്ടായില്ല. പഴങ്ങാടി ഒന്ന് കഴിക്കണം ബെസ്റ്റെന്ന്. താവത്തെത്തി പള്ളി. ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. ട്യൂബെല്ലാം കാണില്ലേ? ബസ്സെല്ലാം ചവിട്ടിയിട്ടാണ്. ബ്ലോക്ക് ഉണ്ടാവും എന്തായാലും. പള്ളിന് മുമ്പിൽ റോഡ് സൈഡ് തന്നെയല്ല പള്ളി. ഗാനമേള 1:30 മണിക്കാണ് കണ്ടത് പോസ്റ്ററിൽ. 1:30 മണിക്ക് കഴിഞ്ഞിപ്പോൾ 8:30 മണിയായി. ഞാനിവിടെ തുടങ്ങിയോ ഒന്നും അറിയില്ല. തുടങ്ങിയോ ഇല്ലയോ ഒന്നും അറിയില്ല. തുടങ്ങിയ കൂടെ സൗണ്ട് കേൾക്കും. തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് കഴിക്കാൻ പോവാം. വിഷമം. ചർച്ച് ഞാനിവിടെ തുടങ്ങിയാൽ ആള് കുറവല്ലേ? തുടങ്ങണത്ര ഉണ്ട് കേട്ടോ. ആളുണ്ട്, നല്ല ആളുണ്ട്. തുടങ്ങണത്ര. തുടങ്ങി ചന്തയിലുണ്ട്. ചന്ത ഫുൾ ചന്തയാ. വണ്ടി ഇറങ്ങി സൈഡാക്കട്ടെ. അറിയുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. കൈയോടും കാവടും കാണിക്കുന്നു. ഞാനിങ്ങോട്ട് വണ്ടി വെച്ച് തന്നെ കുറച്ച് നടക്കാൻ വെച്ചിട്ടാണ്. വണ്ടി എവിടെയാ വെച്ചിനി? ഇവിടെ ഒരു TVSന്റെ ഷോറൂം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചത്. ഞങ്ങളുടെ വണ്ടി വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് ശരി എന്നെ നോക്കിയിട്ട് ഹെൽമെറ്റ് പോകും. ഒരുപാട് വണ്ടികളുണ്ട്. വണ്ടി വെച്ചിന് ഹെൽമെറ്റ് ഇവിടെ സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വണ്ടി അവിടെ കെട്ടെ മനസ്സിലായ നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഭയങ്കര ആളുണ്ട് കേട്ടോ, നല്ല ആളുണ്ട്. അവസ്ഥ നോക്കട്ടെ. KSRTC ഓടാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ റൂട്ടിൽ കുറച്ച് ദിവസമായി. പയങ്ങാടി കണ്ണൂർ KSRTC ഇതാണ്ടോ കുറച്ചായി ഓടുന്നു. പയങ്ങാടി കണ്ണൂർ യാത്ര. പോയിക്കോ പൊക്കോ. ചന്തയുണ്ട്, ഫുൾ ചന്ത. അങ്ങത്തോളം ചന്തയാണ്. റോഡ് സൈഡിലെല്ലാം ചന്തയാണ്. കുറച്ചിങ്ങനെ നടന്ന് കാണാം. എന്നിട്ട് പോവാ. KSRTCൻ്റെ ചെയ്തത് മറ്റേ ബെല്ല്. കന്നഡ ബസ്സാ? അതേതാ ബസ്? കന്നഡ എഴുതി തമിഴാ? എന്തോന്ന് എഴുതിനി? തമിഴായിരിക്കും. അമ്മപ്പാ താത്ത പള്ളിയുണ്ടോ? താത്ത പള്ളി ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സംഭവ രസമായിട്ടുണ്ട്. ഫുൾ ചന്തയാ, കംപ്ലീറ്റ് ചന്ത. കണ്ട ഫുൾ വണ്ടി. എവിടെ നിന്നും വെക്കാൻ കഴിയില്ല. കണ്ട ഫുൾ വണ്ടികൾ. അപ്പോൾ ഇവിടെ ലാഭമേള 10 രൂപ മുതൽ. ലെഗിൻസ്, പലാസോ, ലേഡീസ് ടോപ്പ്. Illuminati,
ഞാനങ്ങനെ വണ്ടീൻ്റെ അടുത്ത് വന്നു വിശക്കുന്നു ഫുഡ് കഴിക്കാൻ മുട്ട എന്തെങ്കിലും കഴിച്ചിട്ട് തരാം അല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് തരാം ഷവർമ കഴിക്കാൻ പോയാലോ ഷവർമ അവിടെ പരിപാടി നടക്കുന്നുണ്ട് ഷവർമേറ്റം കഴിക്കണം നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തരേ ലൈറ്റെല്ലാം ഭയങ്കര കുറവാണ് ആ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഫ്രീതെല്ലാം തകർക്കുന്നുണ്ട് തകർക്ക് അതിൽ ഫുഡ് കഴിക്കട്ടെ വണ്ടീൻ്റെ അടുത്തെത്തി വണ്ടി എടുക്കുക പോവാം സെറ്റ് അങ്ങനെ ഷവർമ കഴിക്കാൻ വേണ്ടിക്ക് വന്നു തലക്ക് നടക്കടക്കട്ട് എന്താ ഫ്രൈഡ് ഷവർമ ഇത് മറ്റേ ഷവർമയാണ് എന്താ ഇതിൻ്റെ പേര് എൻ്റെ പേരെന്താപ്പാ ചാർക്കോൾ ഷവർമയാണ് കണ്ടോ നൈസാണ് എനിക്കിഷ്ടം കേട്ടോ ഇത് ഷവർമ നൈസാണ് ചാർക്കോൾ ഷവർമ നല്ല രസമാണ് ഞാൻ കുറച്ചൊരു ഡ്രൈ ആയിട്ട് നല്ല രസമാണ് ഇതാ കണ്ടോ ഡ്രൈ ആയിട്ട് പിന്നെ അതുപോലെ മുളക് നമ്മളെ സാധനം കഴിക്കട്ടെ സോസ് ഉണ്ട് സോസ് ഇപ്പം ഏതായാലും വേണ്ട സോസ് ഇല്ലാണ്ട് കഴിക്കാം സോസ് നല്ലതല്ല അത്ര നല്ലതല്ല സോസ് ഇടലുണ്ട് എന്നാലും ഷേക്കിന് വേണ്ടിട്ടുണ്ട് സീതാപ്പഴം കഴിക്കുമ്പോൾ ഒരു ഷേക്കും വേണം പത്ത് മണിക്ക് പരിപാടി കഴിയും പ്രോഗ്രാം കഴിയും 7 മണിയാ പോസ്റ്ററിൽ കണ്ടേ എത്ര മണിക്കാണ് തുടങ്ങിയെന്നറിയില്ല ഞാൻ എട്ടരക്ക് എത്തിയത് കണ്ടില്ല അതേടാ 10 മണിക്ക് തീരും തീർന്നിട്ട് നമുക്ക് ജസ്റ്റ് ചന്തയിലൊക്കെ ഒന്ന് പോവാം ഏറ്റവും ഒന്ന് ഫരീദിനെ കാണാം അവിടെ ഫരീദിനെ കുറച്ചേ കണ്ടിട്ട് ഓക്കെ ചാക്കോൾ ഷവർമ കഴിക്കലല്ലോ നല്ല രസമല്ലേ അഭിപ്രായം പറയണേ ആ എനക്ക് അടിയുന്നുണ്ട് അടിയെന്ന് വെച്ചേട്ടോ എനക്കാം ശരിക്കും ആ പിന്നെ സന്ദീപിനെ കണ്ടില്ല സന്ദീപിനെയും ഓളയും കണ്ടില്ല നമ്മുടെ ചങ്ങായുണ്ട് പാട്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് രാത്രി പ്രോഗ്രാം ഉണ്ട് തൃശ്ശൂരിപ്പൂരാട്ടോ ഇനി പോണോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിക്കാൻ വന്നതാണ് ജസ്റ്റ് കാണാൻ അവിടെ ജസ്റ്റ് ചന്തേലം കണ്ടിട്ട് പോക്കേന്ന് ഞാൻ പറഞ്ഞു വരാൻ ഇപ്പോഴേ പോകണം അന്ന് പ്രോഗ്രാം ആണ് കുറേ ലേറ്റാകും തുടങ്ങാൻ ഈ പ്രോഗ്രാം അതുകൊണ്ട് കുഴപ്പമില്ല ക്രിക്കറ്റ് പോയിട്ട് എത്തുമ്പോഴത്തേക്ക് സമയമാവും ഞാൻ പറഞ്ഞാൽ 12 മണി ആവും തുടങ്ങാൻ 12 മണി 1 മണിയാവും തുടങ്ങാൻ തോന്നണത് കുറേ ലേറ്റ് ആവും ക്ഷേത്രമായിട്ടായിരിക്കും ക്ഷേത്രത്തിലെ പരിപാടിയായിട്ടായിരിക്കും കേൾക്കട്ടെ ഓക്കെ അടിപൊളിയാ അമ്മ കഴിക്കുന്നുണ്ടെങ്കിൽ ചാർക്കോൾ കഴിച്ച് നോക്ക് കേട്ടോ ചാർക്കോൾ ഷവർമ കഴിച്ച് നോക്ക് ചാർക്കോൾ ഷവർമ കഴിച്ച് നോക്ക് കേട്ടോ അടിപൊളിയാ മോശമില്ല ഇഷ്ടപ്പെടും സാധാ ഷവർമ കഴിച്ചിട്ട് ഇടയ്ക്ക് ഇതൊന്ന് കഴിച്ചു നോക്കും വാവ് ഷവർമ കഴിഞ്ഞ് എന്താ സീതാപ്പഴം ഷേക്ക് ഇസ്രോ മാറ്റുന്നുണ്ടാവൂലേ എല്ലാവർക്കും പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ടാവൂലേ ഉണ്ടാവൂലേ പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ടാവും അതൊക്കെ കഴുകിയിട്ട് തരോ അമ്മപ്പാ അതാനൊക്കെ പോരി സ്രോ വേണ്ട സ്രോ വേണ്ട ഇത് മതി ചീലപ്പഴം ഷേക്ക് നല്ല പാലും വെള്ളം പോലെ ഉണ്ട് നല്ല പാലും വെള്ളം സ്ട്രോ വെച്ച് കുടിക്കുമ്പോൾ ഈ ഒരു സുഖം കിട്ടൂല കേട്ടോ ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ മക്കളെ കുടിച്ചിട്ട് പോയാൽ പോട്ടെ കേട്ടോ